Sum of 8th term and 19th term of an AP is 125. എട്ടാം പദം പ്ലസ് 19ാം പദം is equal to 125. Question A. Find the sum of 7th and 20th term. ഏഴാം പദം പ്ലസ് 20ാം പദം is equal to എത്ര? B question. If 6th term is 40, find the 21st term. ആറാം പദം 40 ആണെങ്കിൽ 21ാം പദം എത്ര? സി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ്. ആദ്യത്തെ 26 പദങ്ങളുടെ തുക കാണുക. അപ്പം നമുക്ക് തന്ന കാര്യം ആദ്യം എഴുതാം. സം ഓഫ് 8th ടേം ആൻഡ് 19th ടേം. 8th ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് x8 എന്നാണ്. x8 പ്ലസ് 19th ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x19 ഇസ് ഈക്വൽ ടു 125. Then നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് 7th x7 പ്ലസ് 20th ടേം x20 ഇസ് ഈക്വൽ ടു എത്ര എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 8th ടേമും 19th ടേമും കൂട്ടിയാൽ കിട്ടുന്ന അതേ ആൻസറാണ് 8th ടേമിൻ്റെ തൊട്ട് പിറകിലുള്ള നമ്പറാണ് 7th ടേം. അതേപോലെ 19th ടേം കഴിഞ്ഞ ഉടനെയാണ് 20th ടേം. അപ്പോൾ ഇത് ഒരേ ആൻസർ ആയിരിക്കും 125. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്കൊരു എ പി എടുക്കാം. 1 2 3 4 5 6. ഇതൊരു എ പി ആണ്. ഈ എ പിയിൽ നമ്മൾ സെക്കൻഡ് ടേമും അതിൻ്റെ 1 2 3 4 5 5 ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 7 ആണ്. അപ്പോൾ നമ്മളതിൻ്റെ പിന്നിലുള്ള ടേം ഫസ്റ്റ് ടേമാണ്. 5ൻ്റെ മുന്നിലുള്ള ടേം 6th ടേമാണ്. അതും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 7 ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പെയറും ഈക്വൽ ആയിരിക്കും. ഇനി 3 + 4 7 ആണ്. അപ്പോൾ എല്ലാ പെയർസും ഒരു എ പിയിൽ ഇങ്ങനെ എല്ലാ ഏറ്റവും മുന്നിലെ ടേമും അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള ടേം വരുമ്പോൾ അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 7th ടേം പ്ലസ് 20th ടേം ഇസ് ഈക്വൽ ടു 125. ഓക്കെ, ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ നോക്കാം. 6th ടേം ഇസ് ഈക്വൽ ടു 40. x6 ഇസ് ഈക്വൽ ടു 40. Then find the 21st term. x21 is equal to 21ാം പദം എന്താണ്? അപ്പം നമുക്ക് ആറാം പദവും 21ാം പദവും തമ്മിൽ ബന്ധമുണ്ട്. 8ാം പദവും 19ാം പദവും ബന്ധമുള്ള പോലെ തന്നെ 7ാം പദവും 19 കഴിഞ്ഞിട്ടുള്ള 20ാം പദവും ബന്ധമാണ്. അപ്പോൾ ആറാം പദത്തിനോട് ബന്ധപ്പെട്ട നമ്പറാണ് 21ാം പദം. അപ്പോൾ x6 പ്ലസ് x21 ഇസ് ഈക്വൽ ടു 125 തന്നെ അല്ലേ. 20ാം പദം കഴിഞ്ഞിട്ടാണ് 21ാം പദം. അതേപോലെ 7ാം പദത്തിൻ്റെ തൊട്ട് പിന്നിലാണ് ആറാം പദം. അങ്ങനെയാണെങ്കിൽ x6 ഈസ് ഈക്വൽ ടു 40 ആണ്. 40 പ്ലസ് x21 ഈസ് ഈക്വൽ ടു 125. x21 ഈസ് ഈക്വൽ ടു 125 മൈനസ് 40 ഈസ് ഈക്വൽ ടു 5 മൈനസ് 0 5 12 മൈനസ് 4 8 85 കിട്ടി. x21 ഈസ് ഈക്വൽ ടു 21st ടേം 21ാം പദം ഈസ് ഈക്വൽ ടു 85 കിട്ടി. ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ്. ആദ്യത്തെ 26 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ അറിയാം ഒന്നാം പദം അല്ല, ഇവിടെ ആറാം പദവും x6ഉം x21 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 125ആണ്. ഇനി x22 അങ്ങനെ പോയി കഴിഞ്ഞ് x26 ഇവിടെ വരും അല്ലേ. x26 അപ്പോൾ ഇവിടെ 26 ടേംസാണ് വരുന്നത്. 26 പദങ്ങളാണ് വരുന്നത്. ഇവിടേക്ക് വരികയാണെങ്കിൽ x5 x4 x3 അങ്ങനെ വരുന്നു. x2 x1. അപ്പോൾ x1ഉം x26ഉം കൂടെ കൂട്ടിയാലും ഇവിടെ കിട്ടുന്നത് 125ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 26 ടേംസാണുള്ളത്. 26 പദങ്ങൾക്ക് 13 ജോഡിയാണുള്ളത്. എല്ലാ ജോഡിക്കും ഇവിടെ 125 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 125. 125 ഇൻറ്റു 13 ചെയ്താൽ എത്രയാണ് കിട്ടുക? 3 15 ബാലൻസ് 3 67 ഒരു 3 3 ഒരു 5 5 ഒരു 2 2 ഒരു 1 1 5 7 12 ബാലൻസ് 1 5 6 1625 ആൻസർ. 13 പദങ്ങളുടെ തുക ഈസ് ഈക്വൽ ടു
1625. ഇവിടെ എല്ലാ ജോഡികളും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എല്ലാ ജോഡികളുടെയും തുക 125 അപ്പോൾ ഇവിടെയുള്ള ജോഡികളുടെ എണ്ണം 13 26 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 13 ജോഡി ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 1625. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.